എരിവുള്ള അച്ചാർ കൂട്ടാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി. ആന്ധ്രാപ്രദേശിൽ സമ്മറായാൽ മതി, പിന്നെ അടുത്ത ഒരു വർഷത്തേക്കുള്ള അച്ചാറുകൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അമ്മമാർ. അച്ചാർ മാത്രമല്ല, അപ്പാളം, പാപ്പഡ്, പിന്നെ കൊണ്ടാട്ടം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്നാക്സ് അവർ വീട്ടിൽ ഒരു വർഷത്തേക്കുള്ളത് ഉണ്ടാക്കി സ്റ്റോക്ക് വെക്കും. അപ്പോൾ അതുപോലെ ഒരു അച്ചാറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇത് പണ്ടുമിരപ്പക്കായ് പച്ചടിയാണ് തെലുങ്ക് ലാംഗ്വേജിൽ. മലയാളത്തിൽ പറയുവാണെങ്കിൽ പഴുത്ത മുളകിൻ്റെ അച്ചാർ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ദിസ് ഇസ് SK ആൻഡ് യു ആർ വാച്ചിങ് SK's വ്ളോഗ്സ്. നമ്മുടെ ചാനൽ റീസെൻ്റ്ലി ആണ് 200 സബ്സ്ക്രൈബേഴ്സ് ആയത്. പതിയാണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സോ താങ്ക് യു സോ മച്ച്. സോ ഇന്ന് ഇവിടെ ഞാൻ 2 കിലോ പഴുത്ത മുളകാണ് എടുത്തത്. ഇത് എല്ലാ സീസണിലും കിട്ടത്തില്ല, ഈ ഒരു സമ്മർ സീസൺ വരാനാകുമ്പോഴേ കിട്ടത്തുള്ളൂ. അങ്ങനെ മുളകെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് സെപ്പറേറ്റ് ആക്കി വെക്കണം. എന്നിട്ട് ആവശ്യമുള്ള പുളിയാണ് 500 ഗ്രാം പുളിയാണ് എടുത്തത്. പുളിയിൽ നാറും വേസ്റ്റും ഒക്കെ എടുത്തിട്ട് സെപ്പറേറ്റ് ആക്കി വെക്കണം. അച്ഛനും അമ്മയും കൂടിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പുളിയെല്ലാം എടുത്ത് വെച്ചു. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി അരയ്ക്കുമ്പം ചേർക്കാൻ വേണ്ടിയാണ്, തൊലിയോടൊക്കെയാണ് ചേർക്കുന്നത്. തൊലിയോടൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞങ്ങൾ വീട്ടിൽ ജാറിലാണ് ഉണ്ടാക്കുന്നത്. പൊതുവേ ഇവിടുത്തെ അമ്മമാർ അമ്മിയിൽ ഇങ്ങനെ അടിച്ചടിച്ചാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ജാറിൽ തന്നെ ഡയറക്റ്റ് ഉണ്ടാക്കുകയാണ്. ജാറിലേക്ക് കുറച്ചായിട്ട് ആദ്യം ഉപ്പ്, പിന്നെ വെളുത്തുള്ളി, പിന്നെ പുളി, പിന്നെ മുളകും ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. ഓരോ സെക്ഷനായിട്ട് വേണം അരച്ചെടുക്കാൻ. അരയ്ക്കുമ്പോഴായാലും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പാത്രത്തിലായാലും വെള്ളം ഒട്ടും പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ അച്ചാർ ചീത്തയായി പോവും, കേടായി പോവും. വെള്ളമൊന്നും ഒട്ടും ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ. അങ്ങനെ ഫസ്റ്റ് സെക്ഷൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചായിട്ട് നമുക്ക് എല്ലാം അരച്ചെടുക്കാം. അങ്ങനെ മൊത്തം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാം. ഇത് പൊടിയൊന്നും തട്ടാതെ നല്ലൊരു പ്ലേസിൽ നമുക്ക് വെക്കാം. സോ ആഫ്റ്റർ 24 hours ഇനി നമുക്കിത് വറവിട്ടെടുക്കണം. അതിനുവേണ്ടി ഇവിടെ ഞാൻ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുവാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. ഓയിൽ ചൂടായ ശേഷം ഇടേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് വെളുത്തുള്ളി, വേപ്പില, ഉണക്കമുളക്, പിന്നെ ഉഴുന്നും, ജീരകം, പരിപ്പ്, കടുക്. എപ്പോഴും ഫ്ലെയിം മീഡിയമിൽ വെച്ചിട്ടാണ് ഇടേണ്ടത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഓയിലിലേക്ക് ഇടുകയാണ്. ഇനി നമുക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും മുളകും കൂടി ചേർക്കാം. മുളക് ചേർത്ത് കഴിഞ്ഞാൽ നോക്കണം കരിഞ്ഞു പോകാതെ നോക്കണം.
കരിഞ്ഞു പോയാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് മുഴുവനും പോകും. അങ്ങനെ നമുക്കിത് മാറ്റി വെക്കാം. ഓയിലിൻ്റെ ചൂടൊക്കെ ഒന്ന് തണുത്തതിന് ശേഷമാണ് ഇത് അച്ചാറിൽ ചേർക്കേണ്ടത്. സോ നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഫൈനൽ സ്റ്റെപ്പായിട്ട് ഒരു പൗഡർ ഉണ്ടാക്കാനുണ്ട്. അച്ചാറിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉലുവയും കടുകും കൂടിയാണ് എടുത്തത്. 2 കിലോ മുളകിന് വേണ്ടി ഞാനിവിടെ 4 സ്പൂൺ ഉലുവയും 8 സ്പൂൺ കടുകാണ് എടുത്തത്. ഓയിലൊട്ടും ചേർക്കാതെ ഫ്രൈ ചെയ്ത് എടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയമിൽ വെക്കണം, ഇല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഫ്രൈ ആയ ഉലുവയുടെയും കടുകിൻ്റെയും ഒക്കെ ഒരു സ്മെല്ല് വരും. അങ്ങനെ സ്മെല്ല് വരുമ്പോൾ നമ്മളിത് പെട്ടെന്ന് ഓഫാക്കണം, ഇല്ലെങ്കിൽ ഒരുപാട് കരിഞ്ഞു പോകും. അപ്പോഴും ടേസ്റ്റ് മാറിപ്പോവും. അങ്ങനെ ഫ്രൈ ചെയ്ത കടുക് ഉലുവ നമുക്ക് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഇത് അച്ചാറിൽ ചേർക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇത് നമുക്കിനി അച്ചാറിൽ ചേർക്കാം. 24 മണിക്കൂർ കഴിഞ്ഞ നമ്മൾ അച്ചാറാണിത്. ഇതിലേക്ക് നമ്മൾ പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇന്നലെ നമ്മൾ ചേർത്ത ഉപ്പും പുളിയൊക്കെ ഒന്ന് ബ്ലെൻഡായി വന്നിട്ടുണ്ടാവും. ഇന്ന് ഇതും ചേർത്തിട്ട് ഓയിലും ചേർക്കണം. എപ്പോഴും അച്ചാറിൽ ഉപ്പും പുളി ഓയിലും ഒക്കെ കുറച്ച് കൂടുതലുണ്ടാവണം. എന്നാൽ ഇതുപോലെ കേടാവാതെ നമുക്ക് മാസങ്ങളോളം സൂക്ഷിച്ച് കഴിക്കാൻ പറ്റും. ഈ ഒരു അച്ചാർ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ നെയ്യ് ഒഴിച്ച് കഴിക്കാൻ പറ്റും. ഇവിടുത്തെ ആരൊക്കെ അങ്ങനെയാണ് കഴിക്കുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ദോശയ്ക്കൊപ്പോ ഇഡ്ഡലിക്കൊപ്പോ പിന്നെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇപ്പം നമ്മളിതിലേക്ക് വറവിന് ചെയ്ത ഓയിൽ ഒഴിക്കാം. എനിക്കിവിടെ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എൻ്റെ പാത്രം കുറച്ച് ചെറുതായി പോയി, എണ്ണ മുഴുവനും പുറത്തേക്ക് തൂകിപ്പോയി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു പാത്രം എടുത്ത് ഉണ്ടാക്കുക. അച്ഛനും അമ്മയും പറഞ്ഞതാണ്, ഞാൻ കേട്ടില്ല. അങ്ങനെ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇപ്പം തന്നെ ഉടനെ ഒന്നും കഴിക്കരുത് കേട്ടോ, പിന്നെ ഫുൾ ടൈം വാഷ്റൂമിൽ ചെന്നിരിക്കേണ്ടി വരും. ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഇതിൽ ചേർത്ത പുളിയും എരിവും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തണം. എന്നിട്ട് നമുക്കിത്
കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ഒരു എരിവുള്ളൊരു ആന്ധ്രാപ്രദേശ് അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഇതിനെ നമുക്ക് ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ച് വെക്കാം. എടുക്കുമ്പോൾ നനവുള്ള സ്പൂൺ വെച്ചിട്ട് എടുക്കരുത്, ഡ്രൈ ഉള്ള സ്പൂൺ വെച്ചിട്ട് വേണം എടുക്കാൻ. സോ എരിവുള്ള അച്ചാർ കൂട്ടാൻ താല്പര്യമുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. See you all with another video. Bye bye.